ഈ വചനവേദിയിൽ ഈ സമയം ആയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ടും അതിലേറെ കൃതജ്ഞത കൊണ്ടും നിറയപ്പെടുകയാണ്. 40-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ മനോഹരമായ ഒരു സങ്കീർത്തന വചനമുണ്ട്. ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് അത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു. അത് വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, സുവർണ ജൂബിലിയുടെ നിറവിൽ എഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രം നിൽക്കുമ്പോൾ ദൈവപരിപാലനയുടെ 50 വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുകയാണ്. ഈ ശുശ്രൂഷാലയത്തിലൂടെ തൻ്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും വിമോചനങ്ങളും അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതല്ല, അത് അസംഖ്യമായിട്ടുള്ള ഒന്നാണ്. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ ചോദിച്ചും പറഞ്ഞതുപോലെ എനിക്ക് ഒരു പിതൃതുല്യനായ ഒരു ശ്രേഷ്ഠ അഭിഷിക്തനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ. ഞാൻ സ്നേഹത്തോടെ പെരിയ ഡാഡി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ജോർജ് അച്ഛൻ ഇത് വിവരം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ ഉള്ള ഒരു പ്രധാന കാരണം ആ പെരിയ ഡാഡിയോടുള്ള സ്നേഹവും അതുപോലെ അദ്ദേഹത്തോടുള്ള ആ കൃതജ്ഞതയുമാണ്. എനിക്ക് ഒത്തിരി ഉറപ്പുണ്ട്, സ്വർഗത്തിലിരുന്ന് ഈ ജൂബിലിയുടെ ആഘോഷങ്ങളും ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് നമ്മുടെ പെരിയ ഡാഡി അവിടെ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. യെസ്, ആ ഒരു കൃതജ്ഞതയോടെ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നത്. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ഉറപ്പുണ്ട്, കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ എഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രവുമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. പിന്നെ ശുശ്രൂഷ മേഖലകളിലേക്ക് കർത്താവ് വിളിച്ചു. ആ സമയത്ത് ഒരുപാട് ശുശ്രൂഷ മേഖലകളിൽ ചെറുപ്പത്തിൻ്റെ പേരിൽ, ജൂനിയർ എന്നുള്ള പേരിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും ഞെരുക്കങ്ങളും, ശുശ്രൂഷ മേഖലകളിൽ ചില സഹനങ്ങളും കഷ്ടതകളൊക്കെയുള്ള സമയത്ത് സ്വന്തം ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ച് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ ഈ ശുശ്രൂഷാലയത്തെ എനിക്ക് വേണ്ടി തുറന്നു തന്നത് ഞാൻ ഈ സമയം നന്ദിയോടെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, ആ ഒരു ശുശ്രൂഷയിലൂടെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും ഷക്കീനയുള്ള ബന്ധത്തിലൊക്കെ പ്രവർത്തിക്കുവാൻ കർത്താവ് ഇടവരുത്തി. ഈ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ എലിയായിൽ നിന്ന് എലീഷായിലേക്ക് പകരപ്പെട്ട ആത്മാവിൻ്റെ പകർച്ച പോലെ, മോശയിൽ നിന്ന് ജോഷുവായിലേക്ക് പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ പകർച്ച പോലെ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ്റെ മേൽ പകർന്ന ആ അഭിഷേകത്തേക്കാൾ ഇരട്ടി പങ്കിൻ്റെ അഭിഷേകത്തോടെ ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അനേക ജനലക്ഷങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ പകർന്നു കൊടുത്ത് ഒരുപാട് ജീവിതങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും വിമോചനങ്ങളും അനുതാപവും നൽകി ഒത്തിരിയേറെ ജീവിതങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആത്മാവ് ശക്തമായെടുത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നച്ചൻ. ഞാൻ പലപ്പോഴും ഈ ശുശ്രൂഷകൾ നോക്കി കാണാറുണ്ട്. കാരണം ഇന്ന് അത്രമാത്രം തൻ്റെ കൃപയുടെ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷാലയത്തെ തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് അത്ഭുതകരമായി വളർത്തി വലുതാക്കി. ഈ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ ഇനിയും ആയിരങ്ങളെ മാത്രമല്ല ജനലക്ഷങ്ങളെ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാനുള്ള അധികാരത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ശക്തിയാൽ ഈ എഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രം നിരന്തരം സഭയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാവിധ കൃപാവര സമൃദ്ധിയാൽ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് പള്ളിക്കുന്നച്ചനും അതുപോലെ നമ്മുടെ താബോർ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതിനായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. നമ്മെല്ലാവരെയും കർത്താവ് ദിനംതോറും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.